ഹായ് ഗൈസ്, ഞാനിപ്പോഴത് വാരണാസിയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം 3-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വാരണാസിയിൽ വന്നത്. ഞങ്ങളുടെ കുടുംബസമേതം കേട്ടോ. ഏകദേശം ഒരു 6 മാസത്തോളം ഞങ്ങൾ വാരണാസിയിലുണ്ടായിരുന്നു. പിന്നെ 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോയി. ഇപ്പോൾ വീണ്ടും ഒരു 38 വർഷത്തിന് ശേഷം വീണ്ടും വാരണാസിയിലെത്താൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്ന് പറയാം. ഇവിടുത്തെ വഴികളും ഇവിടുത്തെ സ്മെല്ലുകളും അതേപോലെ വ്യത്യാസമൊന്നുമില്ല, സെയിം ഒരു വ്യത്യാസമില്ല. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഒരു ഇടവഴി കൂടിയാണ് ഇപ്പം ഞാനിപ്പോൾ പോകുന്നത്. ഞങ്ങളുടെ കാശി മഠം, ഞങ്ങളുടെ സ്വാമിജിയുടെ മഠമുണ്ട് ഇവിടെ. അപ്പം അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഇടവഴി കൂടിയാണ് നമ്മൾ പോകണം കേട്ടോ. ഇത് കണ്ടില്ലേ, ശരിക്കും വാരണാസി വളരെ വൈബാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഞാൻ കാശി അപ്പോൾ ചെറിയൊരു ഇടവഴി കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു വൈബാണ്. നീളം കൂടിയ ബിൽഡിങ്ങുകളാണ് 2 സൈഡിലും നമുക്ക് കാണാം. ഓരോരുത്തരുടെ വീടാണിത്. ഒരു വീട് കാണാൻ തന്നെ ഭയങ്കര വൈബാണ്. ഭയങ്കര ഹെവി, എന്താ പറയുക, ചുറ്റിനും ഒരു രാമ 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 നമുക്ക് കേൾക്കാൻ പറ്റണം കേട്ടോ. നാളെ അയോധ്യയിൽ രാമക്ഷേത്രം രാമനെ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ദിവസമാണ്. ഭയങ്കര വൈബാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ഞാൻ എൻ്റെ നാട്ടിലോട്ട് ഹരിദ്വാറായിരുന്നു 3 ദിവസം. ഞാൻ തിരിച്ചു പോകാൻ പോയതാണ്. പക്ഷേ എൻ്റെ മനസ്സിനെ ശരിക്കും ഹരിദ്വാറിലായിരുന്നു 3 ദിവസമായിട്ട്. ഞാൻ അവിടെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യാൻ പറ്റാത്ത നല്ല തണുപ്പായിരുന്നു. ഒരു 3-4 ഡിഗ്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ക്യാമറ തൊടാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് നമുക്ക് രാവിലെ എണീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സൺറൈസാണ് നമ്മുടെ മെയിൻ വിഷ്വൽ. പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കണത് തന്നെ 11 മണിക്കും 12 മണിക്കാണ്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാർച്ച് കഴിഞ്ഞിട്ട് വരാം, അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മൂടായിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഞാൻ വന്നില്ലായിരുന്നു ശരിക്കും എനിക്ക് മിസ്സാവുമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കാശിമഠ് ഡാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ ഇടവഴികളാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഗൈസ്. ചെറിയ വഴികളെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വൈബാണ് സത്യം പറഞ്ഞാൽ. ലോകത്ത് ഒരേ ഒരു ഇങ്ങനത്തെ വൈബുള്ള സ്ഥലമുണ്ടാവുള്ളത് വാരണാസിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക വാരണാസി. ഇതേപോലെ ചെറിയ ചെറിയ വഴികൾ നല്ല രസമുണ്ട്. അതുമാത്രമല്ല നല്ല ഇളം തണുപ്പിൽ ഭയങ്കര മൂടാണ്. राम राम. क्लीनिंग നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഇവിടെ. कश्मीर यहाँ से सीधा 50 कदम जाएंगे, इधर सीधा 50 कदम. ആരടുത്ത് ചോദിച്ചാലും സ്ഥലം ചോദിച്ചാലും ഭയങ്കര എന്താണ് പറയുക, ഭയങ്കര സന്തോഷത്തോടെയാണ് പറഞ്ഞു തന്നത് വഴിയാണ് കേട്ടോ. ഇവിടുന്ന് 50 മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാശിമഠ് പോയി. മൊത്തത്തിൽ വൈബാണ്ട. തണുപ്പൊക്കെ ഒരു ഫീലേ ഇല്ലേ സത്യം പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വൈബ് കാണുമ്പോൾ തണുപ്പൊന്നുമില്ല. ഇടവഴി കൂടി നടന്ന് ഞങ്ങളുടെ ആശ്രമം എത്തി. ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവുള്ളൂ. എനിക്ക് കൂടുതൽ ദിവസം നിൽക്കണമെന്നുണ്ട്. പക്ഷെ നോക്കണം എങ്ങനെയാണ് സിറ്റുവേഷൻ എല്ലാം. അപ്പോൾ നമ്മുടെ മഠത്തിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കുറേ ഉണ്ട്. ഇനി ഗംഗാ തീരത്താണ് ഞങ്ങളുടെ കാശിമഠം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങിച്ചില്ല. അതിൻ്റെ ഒരു പട്ടം കിടന്നാണ്. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ശ്രീ കാശിമഠ് സംസ്ഥാനം, ശ്രീ കാശിമഠ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ചെല്ലാം. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ്.